Hi, welcome to Cook with Rumana. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നെക്സ്റ്റിലെ ബെൽ പ്രസ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബോൺ ബ്രോത്ത് റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ പലർക്കും അറിയില്ലായിരിക്കും എന്താണ് ഈ ബോൺ ബ്രോത്ത്. അപ്പോൾ അതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരും, അതുപോലെ അതിൻ്റെ റെസിപ്പിയും കാണിച്ചു തരും. എല്ലാവരും ക്ഷമയോടുകൂടി അവരവർ ആരോഗ്യത്തിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ബോൺ ബ്രോത്ത് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളെ പോത്തിൻ്റെ കാലാണ്, പോത്തിൻ്റെ കാലിൻ്റെ എല്ല്. അത് വെച്ചിട്ടാണ് ഞങ്ങളൊരു സൂപ്പ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇതിനുള്ള ബെനിഫിറ്റ്സും ഇത് എന്തിനാണ് ഞങ്ങൾ യൂസ് ചെയ്യേണ്ടതും പിന്നെ എന്താണ് ഇതിനെ കൊണ്ട് ബ്രോൺ ബ്രോത്ത് എന്തിനാണ് കഴിക്കേണ്ടതെന്നും പറ്റിയിട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാൻ പോണത്. ബ്രോൺ ബ്രോത്ത് യൂസ് ചെയ്യേണ്ടത് എന്തിനാ പറഞ്ഞാൽ, നമുക്കൊരു 10-26 വയസ്സ് കഴിയുമ്പോൾ ഞങ്ങൾ മുടി ഒന്നൊന്നായി ഇറക്കാൻ തുടങ്ങും. അപ്പോൾ ഞങ്ങൾ പറയും നമ്മളെ ഉമ്മാക്കുണ്ടായിരുന്നോ, ഞങ്ങൾ ഉപ്പാക്കുണ്ടായിരുന്നോ, അത് എന്താ പറയുക പാരമ്പര്യം അവർക്കും ഈ പ്രശ്നം കൊണ്ടായിരിക്കും വന്നത്. അപ്പം നമ്മളത് കൊണ്ടെടുക്കും. അതൊന്നല്ല, നമുക്കൊരു 10-26 വയസ്സുണ്ടാകുമ്പോൾ നമ്മളെ ശരീരത്തിലുള്ള കൊളോജൻ കുറഞ്ഞു തുടങ്ങും. അതുകൊണ്ട് നമുക്ക് മുടി നിരക്കാൻ തുടങ്ങും, നമ്മളെ സ്കിന്ന് നെരി വരാൻ തുടങ്ങും. പിന്നെ അതുപോലെ മെയിനായിട്ട് ഇത് ഉപയോഗിക്കേണ്ടത് എന്തിനു പറഞ്ഞാൽ, ഇത് ഞാൻ 2 കാര്യം സൗന്ദര്യത്തിന് പറ്റിയാണ് പറഞ്ഞത്. അതുപോലെ ഞങ്ങളുടെ ഹെൽത്തിനെ പറ്റി പറയുമ്പോൾ 10-35 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് തുടങ്ങും മുട്ടുവേദന, കാലിൻ്റെ അടിവേദന. ഇപ്പം എനിക്ക് 10-29 വയസ്സേ ആയിട്ടുള്ളൂ. എനിക്ക് 2 കൊല്ലം മുമ്പ് തന്നെ എൻ്റെ കയ്യിൽ ഭയങ്കര മരവിപ്പും വേദനയാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് നിങ്ങളെ കയ്യിൽ ബ്ലോക്കാണുള്ളത് എന്ന്. അത് ബ്ലോക്കല്ല എന്ന് എനിക്ക് 1-2 പ്രാവശ്യം മറന്ന് വയ്ക്കുമ്പോൾ പിന്നെ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലായി. എനിക്ക് MBBS കഴിഞ്ഞ MD കഴിഞ്ഞ ഡോക്ടേഴ്സ് എൻ്റെ ഫ്രണ്ട്സാണ്. അവരെ കാണിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് അത് കൊളോജിൻ കുറവ് കൊണ്ടാണ് ഉണ്ടാവുന്നത്, അല്ലാതെ അത് ബ്ലോക്കല്ല. ഡോക്ടർമാർ എന്തെങ്കിലും പറയണമല്ലോ വെച്ചിട്ട് എല്ലാവർക്കും അല്ല, എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കൊളോജിൻ കുറവാണ് ഞങ്ങളുടെ ശരീരത്തിൽ വരുന്നത്. അപ്പം ഞാൻ ഈ ബ്രോൺ ബ്രോത്തിനെ പറ്റി പഠിക്കുകയും എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ എന്നെ സജസ്റ്റ് ചെയ്യുകയും ചെയ്ത്. അപ്പോൾ പിന്നെ ഞങ്ങളൊരു ഇംഗ്ലീഷുകാരനെ കണ്ടാൽ ഞങ്ങൾ പറയും 19 വയസ്സുണ്ടാവും, പക്ഷേ നല്ല ആക്റ്റീവായി നടക്കും. ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത ഒരു കമ്പനിയുടെ ഓണർ ഒരു 80 ഇയേഴ്സ് ഓൾഡുള്ള ഒരു ലേഡിയായിരുന്നു, കനാഡിയൻ ലേഡി. അവരെ സ്മാർട്ട്നെസ് കണ്ടാൽ എൻ്റെ ഹസ്ബൻഡ് ഉമ്മ ഒന്ന് നെറ്റിപ്പോയി കണ്ടിട്ട്, അവരെ ആക്റ്റീവ് കണ്ടിട്ട്. എൻ്റെ ഹസ്ബൻഡ് ഉമ്മക്ക് അന്ന് 50 വയസ്സേ ഉള്ളൂ, പക്ഷേ ഇവർക്ക് അന്ന് 80 വയസ്സുണ്ട്. തമ്മിൽ വ്യത്യാസം കണ്ടാൽ അത്രയ്ക്ക് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ ബ്രോൺ ബ്രോത്ത് ഡെയിലി ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. അതുപോലെ പ്രോട്ടീൻ ഹൈലി ഉള്ള ഒരു സാധനമാണ് ഈ ബ്രോൺ ബ്രോത്ത്. ജിമ്മിൽ പോകുന്നവർ വെറുതെ പൈസയും കൊടുത്ത് കുറേ പ്രോട്ടീൻ പൗഡറും മേടിക്കും. അത് കഴിച്ചിട്ട് കുറേ ആരോഗ്യത്തിന് സൈഡ് എഫക്ട്സും ഉണ്ടാവും. അവർക്ക് കഴിക്കേണ്ട മെയിൻ ഐറ്റമാണ് ഈ ബ്രോൺ ബ്രോത്ത്. അത്രയ്ക്ക് ഹൈലി പ്രോട്ടീനുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ നമ്മളെ കീറ്റോ ഡയറ്റ് എടുക്കുന്ന ആൾക്കാർ, അവർക്ക് കീറ്റോ ഡയറ്റ് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം അറിയാം, നിങ്ങൾ ബ്യൂട്ടി നഷ്ടപ്പെട്ട് തുടങ്ങും. നിങ്ങൾ ബാക്കിയെല്ലാം ഹെൽത്തി ഓക്കെ, ബട്ട് നിങ്ങളെ സ്കിന്ന് ഇലാസ്റ്റിസിറ്റി തുടങ്ങും. നിങ്ങളെ കണ്ടാൽ കുറച്ച് പ്രായം കൂടുതലായി തോന്നും, ഒരു 5 വയസ്സ് പ്രായം കൂടി തോന്നും. അങ്ങനെ നിങ്ങൾ കീറ്റോൻ്റെ ഒപ്പം നമ്മൾ ബട്ടർ കോഫി കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവുള്ളൂ, ബട്ട് അത്ര കയ്പൊന്നും ഉണ്ടാവില്ല. ആ സെയിം ടേസ്റ്റൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ ബ്രോൺ ബ്രോത്ത് കയ്പുണ്ടാവില്ല. ആ സെയിം നമ്മളെ ഒരു ദിവസം നിങ്ങൾ ബട്ടർ കോഫി കുടിക്കുന്ന പകരം ഒരു ദിവസം ഈ ബ്രോൺ ബ്രോത്ത് ഡെയിലി നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്കിൻ ഇലാസ്റ്റിസിറ്റിയും ഏജ് കൂടുതലായി തോന്നുന്നതും ഇല്ലാതാവും. നിങ്ങളുടെ ശരീരത്തിന് അത്ര അളവിൽ പ്രോട്ടീനും കൂടും. അതുപോലെ 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവരും, ഞങ്ങളെല്ലാവരും, ഞാൻ 35 വയസ്സൊന്നും എനിക്കില്ലെങ്കിൽ ഞാനിപ്പോൾ ഡെയിലി ഇത് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് എഫക്റ്റാണിത്. അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസ്, പിന്നെ പാല് കൊടുക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ, ഞാനൊരു പാല് കൊടുക്കുന്ന മദറാണ്. അപ്പോൾ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ തീരെ വയ്യ, വീട്ടിൽ പണിയെടുക്കാനും വയ്യ, എനിക്കൊരു എനർജി ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ ഞങ്ങൾ സ്റ്റാർട്ടിങ് ഇതിൽ തുടങ്ങണം. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത് ഞങ്ങൾ ഡെയിലി രാവിലെ എഞ്ചി ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമോ എന്ന്. ഒരിക്കലും ഇല്ല, ഡെയിലി രാവിലെ എഞ്ചി ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല. ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ 3 മാസത്തോളം ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഉണ്ടാക്കി കഴിക്കേണ്ട സാധനമാണ്. ഇത് ഇവിടെ ലുലുലും കാരിഫോറിലും സ്പിന്നിസിലും ചൈത്രം ഇങ്ങനെയുള്ള കുറച്ച് റെപ്യൂട്ടഡായ സൂപ്പർ മാർക്കറ്റിൽ ഇത് ഉണ്ട്. അതുപോലെ ഇതിന് നല്ല വിലയുമാണ്. ഒരു ജാറിന് ഇത് 85 ദിർഹംസാണ്.
നിയർ ടു 85 dirhams ആണ്. കൊളോജൻ സപ്ലിമെൻറ്റ്സ് പറഞ്ഞ് കിട്ടും. അതുപോലെ കൊളോജൻ സപ്ലിമെൻറ്റ്സ് പറഞ്ഞ് ക്യാപ്സൂൾസ് കിട്ടും. നമുക്ക് എന്തായാലും പോയാൽ ഡോക്ടേഴ്സ് എഴുതി തരും കൊളോജൻ സപ്ലിമെൻറ്റ്സ് പറഞ്ഞിട്ട്. അതും ഒരു 85 to 100 dirhamsൻ്റെ ഐറ്റംസ് ആണ്. നാട്ടിൽ അതിൻ്റെ റേറ്റും അതിൻ്റെ ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. എല്ലാവരും എൻ്റെ വീഡിയോ ക്ഷമയോടുകൂടി അവസാനം വരെ കാണുക. അപ്പം ഞങ്ങൾ പോയിട്ട് എങ്ങനെയാണ് ഈ റെസിപ്പി ഇമീഡിയറ്റ് ആയിട്ടും ഫ്രീസ് ചെയ്തിട്ട് 3 മാസം വരെ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുക. അതിലേക്ക് ഒരു 2-3 സ്പൂണ് നെയ്യാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് പിന്നെ ബട്ടർ എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 3 പച്ചമുളക്. ഇത് ഞങ്ങൾ നല്ല ടേസ്റ്റായിട്ട് വേണം ഉണ്ടാക്കാൻ. വെറും ഒരു സൂപ്പ് ഉണ്ടാക്കിയ പോലെയല്ല. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തത്. നല്ല തിന്നായി സ്ലൈസ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തത് അത് ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് ഒരു 2 സ്പൂണ് ഉപ്പിടുക. പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്യും. ഇപ്പം ഞാൻ ക്യാരറ്റും മഷ്റൂമാണ് എടുത്തത്. ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഒരു ക്യാരറ്റും കുറച്ച് മഷ്റൂമും ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് മത്തനും, പിന്നെ വഴുതന, പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം. നിങ്ങൾക്ക് എന്ത് ഇഷ്ടമാണ്, ഏത് വെജിറ്റബിൾസ് ഇഷ്ടമാണ് വെച്ചിട്ട് അതെടുക്കുക. ഒരു നിർബന്ധം ഇല്ല. വെജിറ്റബിൾസ് ഇടുമ്പോൾ അതിൻ്റെ ഞങ്ങൾ എന്താ പറയുക, പ്രോട്ടീൻ ആവശ്യമുള്ള വെജിറ്റബിൾസ് കുറച്ചുകൂടി ആഡ് ചെയ്യാൻ നോക്കുക, ഇഷ്ടമുള്ള വെജിറ്റബിൾസ്. ഇത് പിന്നെ നമ്മൾ മസാല ഇട്ട് തുടങ്ങാം. അതിലേക്ക് ഒരു 2 സ്പൂൺ കുരുമുളക്, ഒരു സ്പൂൺ ഗരം മസാല, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടിയിട്ട് ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 2 നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നാരങ്ങ നീര് മസ്റ്റാണ്. അത് ഞങ്ങൾ എല്ലിലുള്ള അതിൻ്റെ സത്തൊക്കെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സിട്രിക് ഒഴിച്ച് കൊടുക്കുന്നത്. നാരങ്ങ നീരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിനേഗർ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ടിപ്പോൾ ഞാൻ എല്ലാ എല്ലും ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ അടുത്തൊരു 5-6 കഷ്ണം എല്ലാണ് ഉള്ളത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇത് സെയിം വേ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ ഒരു 5-6 മണിക്കൂർ വളരെ കനൽ വെച്ചിട്ടോ ഇല്ല വളരെ ചെറിയ തീയിൽ വെച്ചിട്ടോ വേവിച്ചെടുത്താൽ മതി. ഒരു 6-7 മണിക്കൂർ ഇങ്ങനെ സ്ലോ ഫ്ലെയിമിൽ വേണം. ഇത് കുക്കറിലായതുകൊണ്ട് ഞാൻ 1-1.5 മണിക്കൂർ വെച്ചിട്ട് വേവിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇടവിടുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഇതിൽ വെള്ളം ഉണ്ടോയെന്ന് കൂടി നോക്കണം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 400 ml വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഒരു 1/2 ലിറ്ററിൻ്റെ കാല് കുറച്ച് കുറവ് അത്ര ഒഴിച്ചു കൊടുക്കുക. പിന്നെ അരമണിക്കൂർ ഇടവിട്ടിട്ട് ഒന്ന് നോക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടി ഇട്ട് കൊടുക്കുക. എന്തും ഇട്ട് കൊടുക്കുക. ഞങ്ങളുടെ ടേസ്റ്റൊക്കെ വേണ്ടിയിട്ടാണ്. ഇതൊരു സൂപ്പ് പറഞ്ഞിട്ട് വെറുതെ കുറേ സാധനമൊക്കെ ഇട്ട് ജസ്റ്റ് പ്രഷർ കുക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുറച്ച് രസത്തിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടും. ഒരു മിറാക്കൽ ഡ്രിങ്ക് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ ടേസ്റ്റ് ഒന്നും ഇല്ലാതെ കുടിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ടേസ്റ്റാക്കി കുടിക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങളൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഞാൻ തുറന്നു നോക്കി വെള്ളം എന്തെങ്കിലും ഇല്ലെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. അടിക്ക് പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. വീണ്ടും മൂടിയിട്ട് ഒരു 1.5 മണിക്കൂർ എടുക്കും മൊത്തത്തിൽ ഒന്ന് വെന്ത് കറക്റ്റ് ഒരു സൂപ്പായി എടുക്കാൻ. ഇതിപ്പോൾ 1.5 മണിക്കൂറായ ശേഷം തണുത്ത ശേഷം ഇത് ഓപ്പൺ ചെയ്ത് എന്നിട്ട് ഇതിൻ്റെ എല്ലൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് വെറുതെ സൂപ്പിൻ്റെ ഒപ്പമല്ല, ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ എല്ല് കടിക്കാവശ്യമുള്ളവർക്ക് കടിക്കുകയും ചെയ്യാം. പിന്നെ എല്ലിൽ ബോൺ മാരോ എന്തായാലും ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കുകയും ചെയ്യും. ചില പേര് ഇതിലുള്ള വെജിറ്റബിൾസൊക്കെ ജസ്റ്റ് അരച്ച് കളയും. ഞാനങ്ങനെ ചെയ്യില്ല, കാരണം വെജിറ്റബിൾസ് അല്ലേ, അത് നമുക്കിങ്ങനെ ജസ്റ്റ് കുടിക്കാനുള്ളൂ. ഇത് ഫ്രഷായിട്ട് കുടിക്കുമ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇതിന് എന്തായാലും നാരങ്ങനീരോ ഉപ്പോ പെപ്പറോ എന്തായാലും വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് കുടിക്കാം. എൻ്റെത് പാകമായിരുന്നു. അവരവരെ പാകത്തിന്
അനുസരിച്ചിട്ട് അങ്ങനെ കുടിക്കുക. ഇത് ഫ്രഷ് ആയിട്ട് കുടിക്കരുത്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് 2 രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് അപ്പോൾ ഉണ്ടാക്കിയെന്ന് ഇങ്ങനെ കഴിക്കുക. ഇനി ബാക്കിയുള്ളത് ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ജാറിൽ ഞാൻ ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്യും. ഒരു രാത്രി ഫ്രീസ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് നൈറ്റാണ്. എന്നിട്ട് ഫ്രീസ് ആയ ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഇത് എങ്ങനെയാണെന്ന്. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇത് ഒരു ഡേ ആകുമ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അതിലൊരു 3-4 സ്പൂണ് ഞാനിങ്ങനെ എടുക്കുക. ഇത് ഞാൻ 3 പേർക്ക് വേണ്ടി ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് ഒരു 2 സ്പൂണോളം ബട്ടർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല ജ്യൂസ് പോലെ അരച്ചെടുക്കുക. ഇതാണ് ഞങ്ങളെ മിറാക്കിൾ ഡ്രിങ്ക്. ഫ്രീസ് ചെയ്ത് കഴിക്കുമ്പോൾ ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. രണ്ടും നല്ല രസം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.